സുന്ദരീമണികൾ. ദൂരെ നിന്ന് കിളികളുടെ മധുരിക്കും ശബ്ദങ്ങളും ചിലകിളികളുടെ ശബ്ദകോലാഹലങ്ങളും, തൊഴുത്തിലെ പശുവിൻ്റെ മ്പേ എന്ന വിളിയും തള്ളക്കോഴിയും കുഞ്ഞുങ്ങളും മണ്ണിൽ നിന്ന് എന്തോ ചികയുമ്പോഴുള്ള ശബ്ദമുണ്ടാക്കലും കോഴിക്കുട്ടികളുടെ ക്യോം സ്വരവും, അയൽപ്പക്കത്തുള്ള വീട്ടിൽ നിന്ന് മരം മുറിക്കുന്ന മോട്ടോറിൻ്റെ ശബ്ദവുമൊക്കെ കേട്ടാണ് ഞാൻ ഉണർന്നത്. ഞാൻ കിടക്കുന്ന കട്ടിലിൻ്റെ അടിഭാഗത്ത് എൻ്റെ കാലിൻ്റെ അടിയിൽ ഒരാൾ എന്നെയും നോക്കിയിരിക്കുന്നു. അതാരാ? എൻ്റെ സ്വന്തം സുന്ദരിപ്പൂച്ച. സുന്ദരി മാവൂ മ്യാവൂ എന്ന് പറയുന്നു. എന്താ ഇത്ര നേരം വൈകുന്നത്? എഴുന്നേൽക്കാൻ എന്നുള്ള ചോദ്യം പോലെ ഇരിക്കുന്നു അവളുടെ കിടത്തം. ജോലിക്ക് പോകണമോ എന്ന് വിചാരിച്ച് ഒരു കോട്ടുവായും ഇട്ട് മൊബൈലെടുത്ത് സമയം നോക്കിയപ്പോൾ സമയം 9:55. ഈ സമയത്തിന് ജോലിക്കെടുക്കുകയില്ല. നേരം വൈകിപ്പോയി 4 തവണ മുന്നറിയിപ്പ് തന്നതാണ്. അങ്ങനെ കഷ്ടപ്പെട്ട് നേടിയെടുത്ത ആ ജോലിയും നഷ്ടപ്പെട്ടു എന്ന് പറയാം. ഇങ്ങനെ ചിന്തിച്ചിരിക്കവേ വീട്ടിലൂടെ കരിമ്പൂച്ച എൻ്റെ മുന്നിൽ കൂടി കുറുകെ ചാടി. ആ കരിമ്പൂച്ച ചാടിയ എനിക്ക് അന്നേ ദിവസം വളരെ മോശമാവും. മോശപ്പെട്ട ദിവസമാണെങ്കിൽ ഈ കരിമ്പൂച്ച എനിക്ക് ഒരു മുന്നറിയിപ്പായി എൻ്റെ മുന്നിലൂടെ കുറുകെ ചാടും. ഈ മുന്നറിയിപ്പ് കണക്കാക്കി ഞാൻ കാര്യങ്ങളിലേക്ക് കടക്കും. അതാണ് പതിവ് രീതി. മോശമല്ലാത്ത ദിവസമാണെങ്കിൽ എൻ്റെ മുന്നിലൂടെ വാലുയർത്തി പോവുകയേ ഉള്ളൂ. ആ വാലുയർത്തി പോകുന്നത് കാണുമ്പോൾ ഒരു നല്ല തമാശ രസം തന്നെയാണ്. മുന്നറിയിപ്പ് തരുന്ന ഈ കരിമ്പൂച്ചയോട് എനിക്ക് നന്ദിയുണ്ട്. ഞാൻ റൂമിൽ നിന്ന് പുറത്തേക്ക് വരുമ്പോൾ ഞാനൊന്ന് തിരിഞ്ഞു നോക്കിയപ്പോൾ സുന്ദരിപ്പൂച്ച എൻ്റെ പുറകിലായി മന്ദം മന്ദം നടന്നു വരികയാണ്. അപ്പോൾ ഉമ്മറക്കോലായിലിരുന്ന് വലിയമ്മാവൻ ചാരുകസേലയിലിരുന്ന് ശിവസ്തുതികൾ ഉരുവിട്ടുകൊണ്ടിരിക്കുകയാണ്. ഞാൻ അമ്മാവനെ നോക്കിയൊന്ന് ചിരിച്ചപ്പോൾ അമ്മാവൻ കണ്ണടയുടെ അടിയിലൂടെ നോക്കിയിട്ട് പറഞ്ഞു, നിനക്കെന്നാണ് ഒന്ന് നേരം പുലരുക കുട്ടിയെ? ഈ 90 വയസ്സുള്ള ഞാൻ 3/4 കിലോമീറ്ററോളമുള്ള അമ്പലക്കുളത്തിലോട്ട് നടന്ന് അമ്പലക്കുളത്തിൽ കുളിച്ച് അമ്പലത്തിൽ കയറി തൊഴുതിട്ട് ഇങ്ങോട്ട് വന്ന് പൂജാമുറിയിലിരുന്ന് രാമായണം വായന കഴിഞ്ഞിരിക്കുകയാണിപ്പോൾ. കുട്ടിയെ, നിൻ്റെ കുട്ടിക്കാലം മുതൽക്കേ നിനക്കറിവുള്ളതല്ലേ ഇതെല്ലാം? നിനക്ക് എന്നെ കണ്ട് ഇതെങ്കിലും ഒന്ന് പഠിക്കാമല്ലോ മോനെ. എത്രയെന്ന് വെച്ചാൽ ഇങ്ങനെ പറയുക. നീ നന്നായാൽ നിനക്ക് നല്ലത്. കണ്ണാ, നീ പുലർച്ചെ 4 മണിക്ക് എഴുന്നേറ്റ് 1-2 കിലോമീറ്റർ നടന്നു വന്നാൽ നിൻ്റെ പൊണ്ണത്തടിയൊക്കെ അങ്ങ് കുറഞ്ഞു കിട്ടും. വല്യമ്മാവൻ പറഞ്ഞു തീർന്നില്ല. അതിനു മുൻപേ ഞാൻ അമ്മാമ്മ പറഞ്ഞതെല്ലാം ശരിയാണെന്ന ഭാവത്തിൽ തലകുലുക്കി സമ്മതിച്ചു. ശരി വല്യമ്മാമേ. അപ്പോൾ എൻ്റെ അനുജൻ കോളേജിൽ പോകാനായി വരുന്നു. എൻ്റെ അടുത്ത് വന്ന് എന്നെ ഒന്ന് അടിമുടി നോക്കി. ഏട്ടനൊന്ന് നേരെയായിക്കൂടെ എന്ന മട്ടിൽ അവൻ എന്നെ നോക്കിയൊന്ന് ചിരിച്ചു. പിന്നെ അവൻ്റെ പുതിയ മോഡലിലുള്ള ചായം തേച്ച തലമുടി ഒന്ന് കൈവച്ച് കോതിയപ്പോൾ ഒരു വശത്തേക്കങ്ങ് പാറി വന്ന് സ്റ്റൈലായി പതിച്ചു. ഹഹ എന്ന് ചിരിച്ച് അവൻ സിനിമാ സ്റ്റൈൽ കണക്കെ അവിടെ നിന്ന് നടന്നകന്നു. ഇതുകണ്ട് ആന്താളിച്ച് മൂക്കത്ത് വിരൽ വച്ചങ്ങനെ നിൽക്കുകയാണ് ഞാൻ. പെട്ടെന്നെനിക്ക് പരിസരബോധം വന്നു. എനിക്കാണെങ്കിൽ ജോലി പോയതിലുള്ള വിഷമം കൊണ്ട് വീട്ടിനുള്ളിലേക്ക് തിരിച്ചു നടന്നു. അപ്പോൾ ഒരു വിഷമം ബാധിച്ച പോലെ സുന്ദരിപ്പൂച്ചയും വേച്ച് എൻ്റെ പിന്നാലെ നടക്കുന്നു. ഞാനെൻ്റെ പ്രഭാതകൃത്യങ്ങളെല്ലാം നിർവഹിച്ചു. ഇന്നെന്താ അമ്മേ ചായക്ക് പലഹാരം എന്ന് ചോദിച്ചപ്പോഴേക്ക് അമ്മ പുട്ടും കടലയും കറിയും കൊണ്ടുവന്നു. പുട്ടും കടലക്കറിയും ഞാൻ കഴിച്ചു കൊണ്ടിരിക്കുമ്പോൾ സുന്ദരിപ്പൂച്ചയ്ക്ക് പുട്ടും കടലയും കൂട്ടി ഒരു ഉരുളയാക്കി കൊടുത്തു. അപ്പോൾ അവളത് കഴിച്ച് നടുവൊന്നുയർത്തി വില്ല് പോലെ വളച്ചു, നന്ദി സൂചകമായി. അമ്മ ചോദിച്ചു, നീ ഇന്ന് ഉച്ചയൂണിനുണ്ടാകുമോ എന്ന്. എൻ്റെ ജോലി പോയെന്ന് അമ്മയ്ക്ക് മനസ്സിലായെന്ന് തോന്നുന്നു. ഞാൻ ചിലപ്പോൾ ഉച്ചയ്ക്ക് ഊണിനുണ്ടാകുമെന്ന് പറഞ്ഞ് ഞാൻ ഷർട്ടിട്ട് വെളിയിലേക്കിറങ്ങി.
അപ്പോൾ എൻ്റെ പിന്നാലെ ചുന്നരിപ്പൂച്ചയും വന്നുകൊണ്ടിരിക്കുന്നു. ഒരുവിധം സ്ഥലങ്ങളിലെല്ലാം ചുന്നരിപ്പൂച്ചയും ഒപ്പമുണ്ടാവും. ഈ ചുന്നരിപ്പൂച്ചയുമായി എനിക്കെന്തോ ആത്മബന്ധമുണ്ട് എന്നെനിക്കറിയാം. അങ്ങനെ ഞാൻ അങ്ങാടിയിലുള്ള ക്ലബ്ബിലേക്ക് നടന്നു. ക്ലബ്ബിലിരുന്ന് ക്യാരംസ് കളിക്കുന്ന കുട്ടികളോടൊത്ത് കളിച്ചു. കളി കഴിഞ്ഞപ്പോൾ വീട്ടിൽ വന്ന് ഊണ് കഴിച്ചൊന്ന് മയങ്ങി. ആ മയക്കം ഉറക്കത്തിലേക്ക് വീഴ്ത്തി. ഉണർന്നപ്പോൾ കിളികൾ ചേക്കേറുന്നതിൻ്റെ ശബ്ദകോലാഹലങ്ങൾ, ചെറുകിളികൾ കൂടണയുന്നതിൻ്റെ ആരവവും. അങ്ങനെ ഞാൻ കുളി കഴിഞ്ഞ് സന്ധ്യാനാമം ചൊല്ലി വീട്ടിലിരുന്ന് കുറച്ചുനേരം TV കണ്ടു. അത് കഴിഞ്ഞ് മൊബൈലെടുത്ത് ഉമ്മറത്തിണ്ണയിൽ കാലും നീട്ടിവെച്ച് പിന്നിലെ തൂണിൽ തലയ്ക്കു മുകളിൽ കൈചുറ്റിയിരുന്ന് യൂട്യൂബിലെ 2 ഭഗവത് കീർത്തനങ്ങൾ കേട്ടു. ഉറങ്ങാൻ കിടക്കുമ്പോൾ പിറ്റേ ദിവസം മുതൽ പുലർച്ചെ 4 മണിക്ക് എഴുന്നേൽക്കും എന്ന് മനസ്സിൽ ഉറപ്പിച്ചു കിടന്നു. ഭാഗ്യമെന്ന് പറയട്ടെ, 3:30 തന്നെ ഉണർന്നെഴുന്നേറ്റു. നടക്കാൻ തുടങ്ങുമ്പോൾ കരിമ്പൂച്ച കുറുകെ ചാടി. ഇനി ഈ ദിവസം മോശമാവുമെന്ന് മനസ്സിൽ ചിന്തിച്ചു നടന്നു. കയ്യിലൊരു വടിയും ടോർച്ചുമെടുത്ത് ഒരു നടത്തമങ്ങ് നടന്നു. വടി ഇടത്തോട്ടും വലത്തോട്ടും ചുഴറ്റി നടന്നുകൊണ്ടിരുന്നു. അപ്പോൾ എൻ്റെ ചുന്നരിപ്പൂച്ച എൻ്റെ പിന്നിലുണ്ട്. അപ്പോൾ ദൂരത്ത് നിന്നൊരു കാലടി ശബ്ദം. എന്താണ് എന്ന് മനസ്സിലാവും മുമ്പേ ചുന്നരിപ്പൂച്ച ഒറ്റച്ചാട്ടത്തിന് മതിലിൻ്റെ മുകളിൽ കയറി. എന്നിട്ട് എന്തോ ഒരപശബ്ദം പുറപ്പെടുവിച്ചു. അപ്പോഴാണ് എതിരെ ഒരു വലിയ പന്നി കുത്താൻ വേണ്ടി ഓടി വരുന്നത് കണ്ടത്. കണ്ട മാത്രയിൽ ഞാനും ഒറ്റച്ചാട്ടത്തിന് മതിലിന് മുകളിൽ ചുന്നരിയുടെ എത്തി അവിടെ ഇരുന്നു. ദീർഘശ്വാസം വലിച്ചു വിട്ടു. ഭാഗ്യം കൊണ്ടാണ് രക്ഷപ്പെട്ടത്. അപ്പോൾ ഞാൻ കരിമ്പൂച്ചയോട് മനസ്സിൽ നന്ദി പറഞ്ഞു. അപ്പോൾ നടക്കാനിറങ്ങിയ 2 സുഹൃത്തുക്കൾ എന്നോട് പറഞ്ഞു, "നീ എന്താ ഇവിടെ ഇരിക്കുന്നത്?" അവർ കാര്യം തിരക്കിയപ്പോൾ ഞാൻ സംഭവിച്ച കാര്യം പറഞ്ഞു. അത് കേട്ടപ്പോൾ ചിരിച്ചുകൊണ്ട് "അയ്യോ" എന്ന് പറഞ്ഞവർ പോയി. അങ്ങനെ ഞാനും എൻ്റെ ചുന്നരിപ്പൂച്ചയും നടന്നു. എങ്ങോട്ട്? വീട്ടിലേക്ക്. നടത്തം ഞാനങ്ങോട്ട് നിർത്തി. എനിക്ക് ടൗണിൽ നല്ലൊരു ജോലി ശരിയായി. ഞാൻ ജോലി കഴിഞ്ഞ് വരുമ്പോൾ എന്നെയും കാത്ത് എൻ്റെ ചുന്നരിപ്പൂച്ച ഇരിക്കുന്നു. അവളുടെ കണ്ണ് ചെറിയ രീതിയിൽ സന്തോഷക്കണ്ണീർ വരുന്നുണ്ടായിരുന്നു. പിന്നെ എൻ്റെ പിന്നാലെ തന്നെയാണ്. ഞാൻ കിടക്കുമ്പോൾ അവൾ അങ്ങോട്ടും ഇങ്ങോട്ടും കട്ടിലിന്മേൽ കൂടി നടക്കുന്നു. അതായത് എൻ്റെ എല്ലാ കാര്യങ്ങളും അവളുടെ ഉത്തരവാദിത്തമാണെന്നാണ് അവളുടെ വിചാരമെന്ന് തോന്നും. ഒരു പൂച്ചയാണെങ്കിൽ കൂടി ചിലപ്പോൾ അവൾ എന്നെ ഒന്ന് നോക്കുമ്പോൾ അവൾക്കെന്നോട് പ്രേമമെന്ന് തോന്നിപ്പോവും. ഞാൻ കിടക്കുമ്പോൾ എൻ്റെ കാൽച്ചുവട്ടിലിരുന്ന് എൻ്റെ കാൽ നക്കുന്നു. ഞാൻ ചുന്നരിപ്പൂച്ചയെ നോക്കിക്കൊണ്ട് കിടന്നു. അവളുടെ നീലവെള്ളാരം കണ്ണുകൊണ്ട് എന്നെ ഒന്ന് നോക്കി. എന്തോ ഒരു സുഖമെനിക്ക് തോന്നി. എന്തൊക്കെയോ എന്നിൽ നിന്ന് മറച്ചുവെക്കുന്നതായിട്ടുള്ള ഒരു തോന്നൽ. അങ്ങനെ ഒരു ദിവസം എൻ്റെ ചുന്നരിപ്പൂച്ചയെ 2 തെരുവ് നായ്ക്കൾ വന്ന് പിച്ചി ചീന്തി കൊന്നു. അനിയൻ എന്നെ ഫോണിൽ വിളിച്ചു പറഞ്ഞപ്പോൾ ജോലിയിൽ നിന്ന് ലീവെടുത്ത് അപ്പോൾ തന്നെ ഞാൻ വീട്ടിലേക്ക് വന്നു. ചുന്നരിപ്പൂച്ചയുടെ കിടപ്പ് കണ്ടപ്പോൾ ഞാനാകെ വിഷമിച്ചു കരഞ്ഞു. അപ്പോൾ വല്യമ്മാവനൊഴികെ വീട്ടിലെല്ലാവരും എന്നെ കളിയാക്കിക്കൊണ്ടിരുന്നു. വല്യമ്മാവൻ എന്നെ ആശ്വസിപ്പിച്ചു. "നീയും ആ പൂച്ചയും തമ്മിൽ മുജ്ജന്മബന്ധമായിരിക്കാം. ഒരാഴ്ചയായി ഞാൻ ഭക്ഷണം ശരിക്കെന്ന് കഴിച്ചിട്ട്. അത്രയ്ക്ക് സങ്കടം. കണ്ണടച്ചാൽ ചുന്നരിപ്പൂച്ച, കണ്ണ് തുറന്നാൽ ചുന്നരിപ്പൂച്ച." ഒരു ദിവസം ഞാൻ ജ്യോത്സ്യനെ കാണാൻ പോയി. എൻ്റെ രാശിയൊന്നു വെപ്പിച്ചു. ഞാനെൻ്റെ ചുന്നരിയുടെ കഥ പറഞ്ഞു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, "രാശിയിൽ തെളിഞ്ഞത് നിങ്ങൾ ഒരു പൂർവ്വജന്മബന്ധമായിട്ടാണ് കാണുന്നത്. നിങ്ങൾ വിശ്വസിച്ചാലും ഇല്ലെങ്കിലും താങ്കൾ കഴിഞ്ഞ ജന്മം ഒരു പൂച്ചയായിട്ടാണ് കാണുന്നത്. നിങ്ങൾക്ക് 2 സഖികളുണ്ടായിരുന്നു. അതിലൊരുവളാണിവൾ. നിങ്ങൾ അവളുടെ ആത്മശാന്തിക്കായി പ്രാർത്ഥിക്കുക. ഇനി നിങ്ങളൊരാളെ കൂടി കണ്ടുമുട്ടും." അങ്ങനെ ഞാൻ ജ്യോത്സ്യനോട് യാത്ര പറഞ്ഞു നടന്നു. അങ്ങനെ
2 വർഷത്തോളം ചുന്ദരിയെക്കുറിച്ചുള്ളൊരു ഓർമ്മകൾ മനസ്സിൽ തട്ടിനിന്നു. എൻ്റെ വീട്ടുകാർ എന്നോടൊരു വിവാഹം കഴിക്കുവാൻ നിർബന്ധിക്കുന്നുണ്ടായിരുന്നു. ഒരു പെണ്ണിനെ കണ്ടുവരുവാൻ പറഞ്ഞു. മനസ്സില്ലാ മനസ്സോടെ ഞാൻ വീട്ടുകാരുടെ നിർബന്ധത്തിന് വഴങ്ങി. ഞാൻ പെണ്ണിനെ കണ്ടപ്പോൾ എനിക്ക് വല്ലാത്തൊരാശ്ചര്യം തോന്നിപ്പോയി. ഞാൻ കണ്ട ആ പെണ്ണിനെ അവൾക്ക് സുന്ദരിപ്പൂച്ചയുടേതുപോലെയുള്ള നീലവെള്ളാരം കണ്ണുകൾ, ചുവന്ന ചുണ്ടുകൾ, ഏകദേശം സുന്ദരിപ്പൂച്ചയുടേതുപോലെയുള്ള രൂപസാദൃശ്യം. അത്ഭുതം! അപ്പോൾ അവൾ എന്നോ കല്യാണം കഴിഞ്ഞതുപോലെയുള്ള ഒരു പെരുമാറ്റം. കണ്ടപ്പോൾ തന്നെ ആത്മാർത്ഥമായ സ്നേഹം ഉടലെടുത്തു കഴിഞ്ഞിരുന്നു. ജ്യോത്സ്യൻ പറഞ്ഞതിനിപ്പോൾ ഞാൻ കടപ്പെട്ടിരിക്കുന്നു. അങ്ങനെ വിവാഹം കഴിഞ്ഞ് ഞങ്ങളുടെ ജീവിതത്തിൽ ആനന്ദം കളിയാടി വിളയാടി. ഞങ്ങൾക്ക് ഒരു ഇരട്ട കുട്ടികളുണ്ടായിരിക്കുന്നു. അവരെ ആദ്യമായി കണ്ടപ്പോൾ ഞാൻ നല്ല ഓമനത്വമുള്ള സ്വർഗത്തിൽ നിന്നിറങ്ങി വന്ന പൂച്ചക്കുട്ടികളാണെന്നേ പറയൂ. പൂച്ചക്കുട്ടികൾ എന്നേ പറയൂ. സുന്ദരിയുടെ മുഖച്ഛായയുണ്ടെന്ന് തോന്നിപ്പോവും. ഇങ്ങനെയൊരു പൂച്ചയുണ്ടായിരുന്ന കാര്യം ഭാര്യയോട് പറഞ്ഞു. എനിക്കും അവളെ കാണാൻ തോന്നിപ്പോകുന്നു. അതിയായ ആഗ്രഹം തോന്നുന്നു. അതങ്ങനെ തന്നെയാണ് ഭർത്താവിൻ്റെ പോലെ ഉത്തമയായൊരു ഭാര്യയ്ക്കും തോന്നണമല്ലോ എന്ന് ഞാനും പറഞ്ഞു. ആ പൂച്ച നിൻ്റെ കഴിഞ്ഞ ജന്മത്തിലെ കൂട്ടുകാരിയായിരിക്കും. അങ്ങനെയാവാൻ ഒരു സാധ്യതയുണ്ടെന്ന് എൻ്റെ മനസ്സും പറയുന്നു. അവളെ കണ്ടില്ലെങ്കിലും എൻ്റെ മനസ്സിൽ അവൾ എവിടെയൊക്കെയോ ഉണ്ട് എന്ന് അവളും പറഞ്ഞു. അപ്പോൾ ഞാൻ ആത്മകഥമെന്നോണം അവൾ എൻ്റെ സഖിയായിരുന്നില്ലേ? ജ്യോത്സ്യൻ പറഞ്ഞ പോലെയെല്ലാം ദൈവനിശ്ചയം. ഒരു സിഗരറ്റ് എടുത്ത് കത്തിച്ചുവിട്ട് ആ പുകച്ചുരുളുകൾ ഒഴിഞ്ഞുപോയപ്പോൾ അതാ ഒരു മഴവില്ല് കാണുന്നു. അപ്പോൾ ഞാനൊരു പാട്ടുപാടി. പാടിക്കൊണ്ടേയിരുന്നു. ശുഭം.